ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ആമ്പലിൻ്റെ ട്യൂബറിൽ നിന്നും നമുക്ക് എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ആമ്പലിൻ്റെ ട്യൂബറിൽ നിന്നും തൈയാകുന്ന ആമ്പലുകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഒരു ട്യൂബർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ മുളയൊക്കെ വന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് ആമ്പലിൻ്റെ ട്യൂബർ. അത് നമ്മൾ കുറേ നാൾ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതൊരു പ്ലാന്റ് ഒരു മുരടിപ്പൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ട്യൂബർ നമ്മൾ പ്ലാന്റ് എല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ഇതൊരു ആദ്യമേ കുറച്ച് 2-3 ദിവസം ഇട്ട് വെച്ചതിന് ശേഷമുള്ളൊരു ട്യൂബറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് തൈ ഉണ്ടായി വരുന്നുണ്ട്, 2 മുള ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ആക്കി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് വേറൊരു ട്യൂബർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു തൈ അത്യാവശ്യം കുറച്ച് വലിപ്പമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇതിന് ഒരുപാട് മുള വരികയും അതുപോലെ തന്നെ തൈ വരികയൊക്കെ ചെയ്യും. അങ്ങനെ തൈ വന്നിട്ടുള്ള ഒരെണ്ണമാണിത് കേട്ടോ. ഒരു തൈ ഇതിനകത്തായിട്ടുള്ളൂ, ഇനി നമുക്ക് തൈ വരും. അതുപോലെ തന്നെ ഇട്ട് വെച്ചിരുന്ന ഒരു 5-6 ഞാനൊരു ബക്കറ്റിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് തൈ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തൈ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ട്യൂബറിൽ നിന്ന് തന്നെ നമുക്ക് 5-6 തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കതെടുത്ത് നട്ട് വെച്ചതിന് ശേഷം ആ ട്യൂബർ വീണ്ടും ബക്കറ്റിൽ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുക. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് പിന്നെയും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ട്യൂബറിൽ നിന്ന് ഒരുപാട് തൈ ഉണ്ടാകും. അപ്പോൾ ചില ആമ്പലിനൊക്കെ ഇലയിൽ നിന്നുണ്ടാവാറുണ്ട്, തൈ ഉണ്ടാവും, ട്യൂബറിൽ നിന്നും ഉണ്ടാവും. ഇത് ട്യൂബറിൽ നിന്ന് മാത്രം തൈയാവുന്ന ആമ്പലിൻ്റെ ആണേ. അപ്പോൾ ഇതാണ് ഞാൻ അതുപോലെ ഇട്ട് വെച്ചിരുന്ന ആമ്പലിൻ്റെ ട്യൂബർ. ഒരുപാട് തൈ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ട്യൂബറിൽ നിന്ന് പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സൂക്ഷിച്ചെടുക്കുകയാണേ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ഒരു ആമ്പലിൻ്റെ ട്യൂബർ ഞാൻ പൊക്കിയെടുക്കുകയാണ് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ കണ്ടോ, ഒരുപാട് വേരായിട്ടെല്ലാം കൂടെ കൂട്ടി കലർന്ന് കിടക്കുന്നത് കൊണ്ട് എടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് വളർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടില്ലേ, ഇതിൽ 1, 2, 3 തൈയോളം ഇതിൽ തന്നെയുണ്ട്. 4 തൈയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതിയൊരു മുള ഇതാ ഉണ്ടായി വരുന്നത് കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെയൊക്കെ ആയിക്കഴിയുമ്പം വേരെല്ലാം ആയിക്കഴിഞ്ഞ ശേഷം നമുക്കിത് അടർത്തി എടുത്തിട്ട് നമുക്ക് മറ്റേ പോട്ടുകളിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് തൈയാകും. അപ്പോൾ പിന്നെയും നമുക്ക് നല്ലതാവും. ഇത് കണ്ടില്ലേ, ഇത്രയും തൈകൾ ഇതിനകത്തുണ്ട്. ഒരുപാട് തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയാലും നമ്മൾ എന്ത് പുറത്ത് കൊടുത്ത് വിൽക്കാനൊക്കെ ആയാലും നമുക്കിതുപോലെ താമര ആമ്പലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ താമരയുള്ള ട്യൂബറാണ്. ആമ്പലിൻ്റെ ട്യൂബർ എന്നൊരു കിഴങ്ങ്, ചെറിയൊരു ഉരുണ്ടൊരു കിഴങ്ങാണ് ഉണ്ടാവുക. താമരയ്ക്ക് പിന്നെയെന്ന് വെച്ചാൽ നീളത്തിൽ ഒരു കിഴങ്ങുണ്ടാവും, പിന്നെ റണ്ണറും അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഈ ട്യൂബർ നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കത് തൈ ആയി കഴിയുമ്പോൾ അടർത്തി ഒരു ബേസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാറ്റി നടാം. ഇപ്പം ഞാൻ ഈ ഒരു പോട്ടിൽ തന്നെ ഒരു 3-4 ഒക്കെ തൈ എടുത്ത് വെച്ചിട്ടുണ്ടായത് പലതിൻ്റെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഫ്ലവർ ആയി കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മാറ്റി നമുക്ക് ഒരു പോട്ടിലേക്ക് നടുകയൊക്കെ ചെയ്യാം. അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്താൽ മതിയാവും. എല്ലാവർക്കും ഇഷ്ടം പോലെ ആമ്പലും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ ചെടികളോട് താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ചെയ്ത് ഒരുപാട് ആമ്പൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതങ്ങനെ ഞാൻ വേറൊരു പോട്ടിലേക്ക് ഇതുപോലെ മാറ്റി ഒരുമാതിരി പ്ലാന്റ് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.